ഹലോ, നമസ്കാരം ഫ്രണ്ട്സ്. ഗരുഡന് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ പരമഭക്തൻ ഗരുഡനാണ് എന്നുള്ളത്. അത് എങ്ങനെയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ മാറ്റിയതെന്നുള്ള കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയുന്നത്. പുരാണ വിവരങ്ങൾ അനുസരിച്ച് ദേവന്മാർക്ക് അസുരന്മാരിൽ നിന്ന് അമൃത കലശം നേടാൻ സഹായിച്ചതിൽ ഗരുഡൻ ഒരിക്കൽ അഭിമാനത്താൽ നിറഞ്ഞിരുന്നു. കൂടാതെ ഇന്ദ്രന്റെ വാസസ്ഥലത്ത് നിന്ന് പാരിജാത വൃക്ഷം മോഷ്ടിക്കാൻ കൃഷ്ണനെ സഹായിച്ചതായും അദ്ദേഹം പറയുന്നു. അതിനു പുറമെ ഇന്ദ്രന്റെ ആത്യന്തിക ആയുധമായ വജ്രം അല്ലെങ്കിൽ ഇടിമിന്നൽ അദ്ദേഹത്തിന് ഫലപ്രദമല്ലായിരുന്നു. കൂടാതെ തന്റെ ശക്തിയും വേഗതയും ഉപയോഗിച്ച് എണ്ണമറ്റ അസുരന്മാരെ കൊല്ലുന്നതിലും മുറിവേൽക്കുന്നതിലും അദ്ദേഹം പ്രധാന പങ്ക് വഹിച്ചു. ഭഗവാൻ വിഷ്ണു അദ്ദേഹത്തിന് തന്റെ വാഹനം അല്ലെങ്കിൽ വാഹകൻ എന്ന അഭിലഷണീയമായ സ്ഥാനം നൽകി. അങ്ങനെ വിഷ്ണുവിന്റെ മറ്റ് എല്ലാ ഭക്തരെക്കാളും ശ്രേഷ്ഠനായിരിക്കാനുള്ള അഹങ്കാരം ഗരുഡനിൽ നിറഞ്ഞു. ഗരുഡന്റെ അഹങ്കാരം ശ്രദ്ധിച്ച ഭഗവാൻ കൃഷ്ണൻ ഗരുഡനെ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. ഹനുമാനെ ദ്വാരകയിലേക്ക് വിളിപ്പിച്ചു. ഗരുഡന്റെ അഹങ്കാരം തകർക്കാൻ സഹായിക്കാൻ ആവശ്യപ്പെട്ടു. ദ്വാരകയുടെ കവാടങ്ങൾ കടന്ന ഹനുമാൻ കൊട്ടാരത്തോട്ടം നശിപ്പിക്കാൻ തുടങ്ങി. അവൻ എല്ലാ പഴങ്ങളും തിന്നു. നിരവധി മരങ്ങൾ പിഴുതെറിഞ്ഞു. നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ തോട്ടവും നശിപ്പിച്ചു. അനിയന്ത്രിതനായ കുരങ്ങൻ തോട്ടത്തിൽ നാശം വിതയ്ക്കുന്ന വിവരം അറിയിക്കാൻ കൊട്ടാരം കാവൽക്കാർ കൃഷ്ണന്റെ അടുത്തേക്ക് ഓടി. കൃഷ്ണൻ തന്റെ അരികിലുണ്ടായിരുന്ന ഗരുഡനെ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ ആവശ്യപ്പെട്ടു. നീ നിന്റെ സൈന്യവുമായി പോയി കുരങ്ങിനെ പിടിക്കുന്നതാണ് നല്ലത്. കൃഷ്ണ ഭഗവാൻ ഗരുഡനോട് ഉപദേശിച്ചു. അല്ലയോ ഭഗവാനെ, ഒരു നിസ്സാര കുരങ്ങനെ പിടിക്കാൻ എനിക്ക് ഒരു സൈന്യത്തിന്റെ ആവശ്യമില്ല. എനിക്ക് തന്നെ പ്രശ്നം പരിഹരിക്കാനും കുരങ്ങിനെ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരുവാനും കഴിയും. ഗരുഡൻ അമിത ആത്മവിശ്വാസത്തോടെ മറുപടി പറഞ്ഞു. ഗരുഡൻ പൂന്തോട്ടത്തിലേക്ക് വന്നപ്പോൾ ഒരു മാവിലിരുന്ന് പഴങ്ങൾ തിന്നുകൊണ്ടിരുന്ന ഒരു കുരങ്ങനെ കണ്ടു. ദുഷ്ട കുരങ്ങ, നീ ആരാണ്? പിന്നെ എന്തിനാണ് എന്റെ യജമാനന്റെ തോട്ടം നശിപ്പിച്ചത്? ഗരുഡൻ ഇടിമുഴക്കി. ഹനുമാൻ ഗരുഡനെ അവഗണിച്ച് നാശവുമായി മുന്നോട്ടു പോയി. കുരങ്ങൻ അപമാനിച്ച ഗരുഡൻ കോപാകുലനായി. സാധാരണ കുരങ്ങ, നീ ആരോടാണ് ഇടപെടുന്നതെന്ന് നിനക്കറിയില്ല. എന്റെ യജമാനന്റെ മുമ്പാകെ ഉടൻ വരാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ എന്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് നിന്നെ ഞാൻ കീറി മുറിക്കും. ഗരുഡൻ ദേഷ്യത്തോടെ പറഞ്ഞു. എനിക്ക് ഒരു അത്തിപ്പഴം വേണം. നിന്നെ പോലുള്ള നിരവധി പക്ഷികളെ ഞാൻ കണ്ടിട്ടുണ്ട്. നീ പറയുന്നത് പോലെ നീ ശരിക്കും ശക്തനാണെങ്കിൽ നീ എനിക്ക് മുന്നിൽ നിന്റെ ശക്തി പ്രകടിപ്പിക്കാത്തത് എന്താണ്? ഹനുമാൻ ഗരുഡനെ വെല്ലുവിളിച്ച് തന്റെ വാൽ ഗരുഡന്റെ ചുറ്റും മുറുകെ പിടിച്ചു. ബന്ധനത്തിൽ നിന്ന് സ്വയം മോചിപ്പിക്കാൻ വെറുതെ പാടുപെട്ട ഗരുഡൻ ഹനുമാനോട് അപേക്ഷിച്ചു. നിന്നെ അവന്റെ അടുക്കൽ കൊണ്ടുവരാൻ ഭഗവാൻ കൃഷ്ണൻ എന്നെ നിയോഗിച്ചിരിക്കുന്നു. ഹനുമാൻ തന്റെ വാലിന്റെ പിടി അയഞ്ഞു പറഞ്ഞു. പക്ഷെ ഞാൻ കോശാലയിലെ അധിപനായ രാമന്റെ ഭക്തനാണ്. നിന്റെ ഭഗവാൻ കൃഷ്ണനെ ഞാൻ എന്തിനു കാണണം? കുരങ്ങിന്റെ മറുപടിയിൽ ഗരുഡൻ ഞെട്ടിപ്പോയി. അഹങ്കാരത്താൽ നിറഞ്ഞ ഗരുഡൻ വാദിച്ചു. പക്ഷെ ശ്രീരാമനും കൃഷ്ണനും ഒന്നല്ലേ? രണ്ടും തമ്മിൽ വ്യത്യാസമില്ലല്ലോ. കൃഷ്ണന്റെ മുമ്പാകെ ഹാജരാകാൻ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഹനുമാൻ അവന്റെ ഉപദേശം നിരസിച്ചു. പോകൂ പക്ഷി, എന്നോട് വഴക്കിടരുത്. ഈ രുചികരമായ പഴങ്ങൾ ഞാൻ കഴിക്കട്ടെ. ഈ വാക്കുകൾ കേട്ടപ്പോൾ ഗരുഡൻ കോപം അടക്കാനാവാതെ ഹനുമാനെ ആക്രമിക്കാൻ ശ്രമിച്ചു. ഹനുമാൻ ഗരുഡനെ കഴുത്തിൽ പിടിച്ച് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. പിന്നെ അയാൾ നിശബ്ദമായി മലയഗിരി മലനിരകളിലേക്ക് നടന്നു. ഗരുഡൻ സമുദ്രജലത്തിൽ വീണു. പൂർണ്ണമായും നനഞ്ഞൊട്ടിയ ഗരുഡൻ എങ്ങനെയോ സ്വയം സംഭരിച്ച് ദ്വാരകയിലേക്ക് ഓടി. അവിടെ കൃഷ്ണൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഗരുഡൻ കൃഷ്ണന്റെ കാൽക്കൽ വീണു പറഞ്ഞു. അല്ലയോ ഭഗവാനെ, അഹങ്കാരിയായ കുരങ്ങൻ വളരെ അഹങ്കാരിയായിരുന്നു. എന്റെ അപേക്ഷകൾ വകവയ്ക്കാതെ എന്നെ സമുദ്രത്തിലേക്ക് എറിഞ്ഞു. ഞാൻ ഭഗവാൻ കൃഷ്ണന്റെ ആജ്ഞകൾ അവനോട് പറഞ്ഞു. പക്ഷെ ശ്രീരാമൻ മാത്രമാണ് തന്റെ യജമാനൻ എന്ന് പറഞ്ഞ അവൻ അനുസരിക്കാൻ വിസമ്മതിച്ചു. കൃഷ്ണനെ ഇപ്പോഴും ഗരുഡന്റെ അഹങ്കാരം വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഹേ ഗരുഡൻ, രാമന്റെ വലിയ ഭക്തനായ ഹനുമാനാണത്. നീ മലഗിരിയിൽ പോയി ശ്രീരാമൻ ദ്വാരകയിൽ വെച്ച് തന്നെ വിളിച്ചിട്ടുണ്ടെന്ന് അവനോട് പറയാത്തതെന്താണ്? അവൻ ഒരിക്കലും തന്റെ യജമാനന്റെ ആജ്ഞ നിരസിക്കില്ല. ഗരുഡൻ കൃഷ്ണനെ വണങ്ങി.
ഹനുമാന് വേണ്ടിയുള്ള സന്ദേശമായി മലഗിരിയിലേക്ക് പറന്നു. അതേസമയം കൃഷ്ണൻ സത്യഭാമയോട് സീതയുടെ രൂപം സ്വീകരിക്കാൻ പറഞ്ഞു. സുദർശന ചക്രത്തോട് കവാടത്തിൽ നിൽക്കാനും തന്റെ അനുവാദമില്ലാതെ ആരെയും അകത്തേക്ക് കടത്തി വിടരുതെന്നും ആവശ്യപ്പെട്ടു. അദ്ദേഹം തന്നെ കയ്യിൽ ഒരു വില്ലും അമ്പും വഹിച്ചുകൊണ്ട് രാമന്റെ രൂപം സ്വീകരിച്ചു. ദ്വാരകയിൽ ശ്രീരാമൻ തന്നെ കാത്തിരിക്കുന്നുണ്ടെന്ന് ഗരുഡൻ ഹനുമാനോട് സന്ദേശം അറിയിച്ചു. ഹനുമാൻ ഉടൻ തന്നെ അനുഗമിക്കാൻ സമ്മതിച്ചു. ഗരുഡൻ പുഞ്ചിരിച്ചുകൊണ്ട് എന്റെ വേഗതയും ശക്തിയും ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കട്ടെ എന്ന് ചിന്തിച്ച് കഴിയുന്നത്ര വേഗത്തിൽ ദ്വാരകയിലേക്ക് പറന്നു. ഗരുഡൻ ദ്വാരകയിൽ എത്തിയപ്പോൾ ഹനുമാൻ ദ്വാരകയിൽ എത്തിയിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. കൃഷ്ണന്റെ കൽപ്പന പ്രകാരം ഹനുമാനെ തടയാൻ സുദർശന ചക്രം ശ്രമിച്ചു. പക്ഷെ ഹനുമാൻ തന്റെ യജമാനനെ കാണാൻ വൈകാൻ ആഗ്രഹിച്ചില്ല. അതിനാൽ ഹനുമാൻ ചക്രത്തിൽ പിടിച്ച് വിഴുങ്ങി. സമയം കളയാതെ തന്റെ ശ്രീരാമനെ കാണാൻ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു. കൊട്ടാരത്തിൽ പ്രവേശിച്ചപ്പോൾ രാമൻ സീതയോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തന്റെ നാഥന്റെ മുമ്പിൽ വണങ്ങി, ഹേ ഭഗവാൻ, സീതാമായി എവിടെ? എന്തിനാണ് ഈ താഴ്ന്ന സ്ത്രീയുടെ കൂടെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. തന്റെ സൗന്ദര്യത്തിൽ അഭിമാനിച്ച സത്യഭാമയ്ക്ക് നിസ്സാരത തോന്നി. രാമരൂപിയായ കൃഷ്ണൻ ഹനുമാനോട് പറഞ്ഞു, ആരും നിങ്ങളുടെ പ്രവേശന കവാടത്തിൽ തടയാതിരുന്നത് എന്തുകൊണ്ട്? സുദർശന ചക്രം എന്നെ തടയാൻ ശ്രമിച്ചു എന്നത് ശരിയാണ്. പക്ഷേ വൈകാനും നിങ്ങളെ നിരാശപ്പെടുത്താനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ ഞാൻ അവനെ വിഴുങ്ങി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം വായ തുറന്ന് ചക്രം പുറപ്പെടുവിച്ചു. ശക്തനായ സുദർശന ചക്രത്തെ പോലും അനായാസം കീഴടക്കാൻ കഴിയുന്ന ഹനുമാന്റെ വിനയം ഗരുഡനെ തിരികെ കൊണ്ടുപോയി. ഗരുഡനും സത്യഭാമയും തലകുനിച്ചു നിന്നപ്പോൾ ശ്രീകൃഷ്ണൻ ഹനുമാനെ നോക്കി ദയയോടെ പുഞ്ചിരിച്ചു. കൃഷ്ണഭഗവാൻ പറഞ്ഞു, ഗരുഡ, ശക്തിയോടൊപ്പം വിനയവും വേണം. അങ്ങനെ സത്യഭാമയുടെയും ഗരുഡന്റെയും അഹങ്കാരം ശമിച്ചു. താങ്ക് യു.